വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പിശാചിനെതിരെ പൊരുതുവാൻ ആഹ്വാനം ചെയ്യുന്ന വേദഭാഗമാണ് വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് 3 മണി നേരം വരെ അനുഭവിച്ച അവർണ്ണനീയമായ സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കിയരുളേണമേ. ആമേൻ.